ഞാൻ ദേ ഓഫീസിൽ നിന്ന് വന്ന് ഫ്രഷ് ആയി ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ കാണുന്ന കാഴ്ചയാണ് ഹംനാക്ക് ഹാഫ് പീസ് പഫ്സ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പഫ്സ് ശ്രദ്ധിച്ച് കഴിച്ചാൽ തന്നെ സ്പ്രെഡ് ആവുന്ന ഒരു സ്നാക്കാണ്. അത് പോരാനായിട്ട് അവള് താഴെ ഇട്ടിട്ടുണ്ട്. താഴേന്ന് പെറുക്കി അവളുടെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ആയി നമ്മുടെ അടുക്കളയിൽ സിങ്കിലും കൊണ്ടുപോയി അവള് തട്ടുന്നുണ്ട് കേട്ടോ. പിന്നാലെ ദേ ചൂലും അടിച്ചുവാരിയും കൊണ്ടുവന്ന് അതും കൂടി അടിച്ചുവാരി കളയാൻ നോക്കുന്നുണ്ട്. ചൂലും കൊണ്ട് ഇങ്ങനെ കാണിച്ചാല് അടിച്ചുവാരിയിലെല്ലാം വീഴും. അതിന് കൊണ്ടുപോയി കളയാൻ പോകുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ അത് കൈയോടെ വാങ്ങിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് ക്ലീൻ ചെയ്തു. ഇതിനി ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് വന്ന് ആകെ നാശാക്കും. അങ്ങനെ വീട്ടിൽ വന്ന പാടെ തന്നെ ആദ്യത്തെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നാലെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. കട്ടൻ ചായയും ഹംനാക്ക് കൊടുത്ത പഫ്സ് ഉണ്ടല്ലോ, അതിന്റെ ഹാഫ് പോർഷൻ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് കേട്ടോ കഴിച്ചത്. ഇതിന് ബാലൻസ് വെച്ചിട്ട് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഓർത്താണ് കേട്ടോ അത് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മരുഭാഗമൊക്കെ കൊടുത്തു, നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഹയാസിനെ ഇരുത്തിയിട്ട് ഞാൻ ഹയാസിന്റെ മദ്രസയിലത്തെ കുറച്ച് റിവൈസിങ് കാര്യങ്ങളൊക്കെ നടത്താണ് കേട്ടോ. ഹയാസിന് എന്റെ മടിയിലൊക്കെ ഇരുത്തുന്നതിൽ ഹംനാക്ക് ഭയങ്കര കുശുമ്പാണ് കേട്ടോ. അതിന്റെ വികൃതികളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ചെക്കൻ പറയുന്നുണ്ടായിരുന്നു ചെക്കൻ്റെ അതേ പല്ല് ഇളകുന്നുണ്ടെന്ന്. പിന്നാലെ 36 പല്ല് ഇളകുന്നുണ്ടെന്നാണ് കേട്ടോ ഈ പറയുന്നത്. ഇനിയിപ്പോ രണ്ടും കൂടിയുള്ള അടുത്ത തല്ലൂട്ടെന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹയാസ് ആദ്യം കയറി ഇരുന്നതാണ്. പിന്നാലെ അവൾക്കും ഇരിക്കണം. അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അവൾക്കും ചെയ്യണം. അവൾ ഇരുത്തിയതിന്റെ സന്തോഷമാണ് ആ കാണിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ രണ്ടിനെ റൂമിൽ നിന്ന് പുറത്തേക്കാക്കിയിട്ട് ഞാൻ ഹയാസിന്റെ ബാഗ് ചെക്ക് ചെയ്യാണ്. കൊണ്ടുപോയതെല്ലാം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ, എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കലാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളിൽ ആനുവൽ ഡേ ആയതുകൊണ്ട് കാര്യമായി പഠിപ്പിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിലും അത്ര അങ്ങോട്ട് പിടിച്ചു വെച്ചില്ല കേട്ടോ. ഇന്ന് കാര്യമായിട്ടൊന്നും പഠിപ്പിച്ചില്ല. പിന്നെ ടൈം ടേബിൾ ഒക്കെ നോക്കി ബുക്കൊക്കെ എടുത്ത് വെച്ചു ബാഗിൽ. ഹയാസ് ഉണ്ടല്ലോ ചോറ് വെച്ചിട്ട് 2 ദിവസമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ചോറ് തന്നെ എന്തായാലും ഡിന്നറിന് കൊടുക്കാന്ന് ഓർത്തു. അപ്പൊ ചോറും സോസേജ് ഫ്രൈ ചെയ്തതും പപ്പടം കൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ചെക്കനിക്ക് അതൊന്നും വേണ്ട. ഈ വായൊന്ന് തുറന്നിട്ടാൻ കുറച്ച് പണിയാണ്. ചെക്കനിക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ പെണ്ണിനും കൂടെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേലൊക്കെ കഴിച്ചു ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഇക്കാക്കതെ ഹയാസിന്റെ ബനിയനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഹയാസിന്റെ ബനിയനിക്കിട്ടാണ് ഹംന കിടന്നുറങ്ങാറുള്ളത്. ഹയാസ് ഒന്ന് കെട്ടെന്ന് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ ടപ്പേന്ന് പറഞ്ഞങ്ങോട്ട് ഉറങ്ങിക്കോളും. ചെക്കൻ ഉറങ്ങിയിട്ട് വേണം പെണ്ണിനെ കയറ്റി കെട്ടിച്ച് ഉറക്കാനായിട്ട്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.